വെൽക്കം ബാക്ക് ഹൊസെ. സാന്റിയാഗോ ബെർണബ്യൂ നിങ്ങളെ കാത്തിരിക്കുന്നു. നീണ്ട 13 വർഷത്തിന് ശേഷം ഹൊസെ മൗറീഞ്ഞോ റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി വീണ്ടും എത്തുമെന്ന വാർത്തകളാണ് ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കുന്നത്. നിലവിലെ ടീം മാനേജറായ അൽവാരോ അർബലോവിക്ക് പകരക്കാരനായി ക്ലബ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് കണ്ടുവച്ചിരിക്കുന്നത് ഹൊസയെ ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മൗറീഞ്ഞോ ഈ വർഷം തന്നെ റയലിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചന. തുടർച്ചയായ 2 സീസണുകളിൽ പ്രധാന ട്രോഫികൾ ഒന്നും നേടാൻ റയലിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിലവിലെ അവസ്ഥയിൽ നിന്ന് റയലിനെ പിടിച്ചു കയറ്റാൻ യോജിച്ച പരിശീലകൻ മൗറീഞ്ഞോ ആണെന്നാണ് പെരസ് വിശ്വസിക്കുന്നത്. നിലവിലെ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനോട് തോറ്റതും ലാലിഗയിൽ ബാഴ്സലോണയുമായുള്ള പോയിന്റ് വ്യത്യാസം 11 ഉയർന്നതുമെല്ലാം ക്ലബിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. 2010 മെയ് 28 മൗറീഞ്ഞോ ആദ്യമായി റയൽ മാഡ്രിഡിന്റെ മാനേജറായിരുന്നത്. ബാഴ്സലോണയുടെ ആഭ്യന്തര യൂറോപ്യൻ ആധിപത്യത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു റയൽ മൗറീഞ്ഞോയെ അന്ന് സാന്റിയാഗോ ബെർണബ്യൂവിൽ എത്തിച്ചത്. 2010-2011 ആദ്യ സീസണിൽ തന്നെ മൗറീഞ്ഞോ ക്ലബിനെ കോപ്പ ഡെൽറേ ജേതാക്കളാക്കി. 18 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു റയൽ അന്ന് കോപ്പ ഡെൽറേ കിരീടമുയർത്തിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്കും ടീം മുന്നേറി. 2011-12 സീസണിൽ 100 പോയിന്റുകൾ നേടി റയലിനെ ലാലിഗ കിരീട വിജയവും നേടിക്കൊടുത്തത് മൗറീഞ്ഞോ ആണ്. തുടർച്ചയായി 3 വർഷം ടീമിനെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ടീം ക്യാപ്റ്റൻ ഐക്കൽ കസിയസുമായുള്ള ആഭ്യന്തര തർക്കങ്ങളും ട്രോഫികളില്ലാത്ത അവസാന സീസണും കാരണം 2013 മൗറീഞ്ഞോ ക്ലബ്ബ് വിട്ടത്. നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയിലാണ് മൗറീഞ്ഞോ. ബെൻഫിക്കയുമായുള്ള കരാർ പ്രകാരം അദ്ദേഹത്തിന് 3 മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടീമിൽ എത്തിക്കുന്നത് റയൽ മാഡ്രിഡിന് സാമ്പത്തികമായി അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ആരാധകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മൗറീഞ്ഞോ എന്ന പേരുണ്ടാക്കുന്ന ആവേശം ചെറുതല്ല.